Laurent series and its problems. First we have Laurent's theorem. Suppose that a function f is analytic throughout an annular domain r1 less than mod z minus z0 less than r2 centered at z0 and let C denote any positively oriented simple closed contour around z0 and lying in that domain. Then at each point z in the domain, f of z has the series representation f of z equal to sigma n equal to 0 to infinity an into z minus z0 all raised to n plus sigma n equal to 1 to infinity bn divided by z minus z0 all raised to n in r1 less than mod z minus z0 less than r2, where an equal to 1 by 2 pi I integral over c f of z dz by z minus z0 all raised to n plus 1 and bn equal to 1 by 2 pi I integral over c f of z dz by z minus z0 raised to minus n plus 1. And this series f of z equal to this series expansion is known as Laurent series. That is Taylor സീരീസിൽ നമ്മൾ ഇത്രയും പാർട്ടേ ഉണ്ടാവുള്ളൂ, അതായത് z മൈനസ് z നോട്ടിൻ്റെ പോസിറ്റീവ് പവേഴ്സ് മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ലോറൻറ്റ് സീരീസിൽ z മൈനസ് z നോട്ടിൻ്റെ നെഗറ്റീവ് പവേഴ്സ് കൂടെ വരും. ദാറ്റ് ഈസ് ഇവിടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെറ്റ് ഒരു ആനുലാർ റീജിയനിൽ സെറ്റ് നോട്ട് സെൻറ്ററും അതുപോലെ r1ഉം r2ഉം റേഡിയസ് ആയിട്ടുള്ള രണ്ട് സർക്കിൾസ്, അതിനിടയ്ക്കുള്ള ഈ ആനുലാർ റീജിയനിൽ എഫ് ഓഫ് സെറ്റ് അനാലിറ്റിക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡിന് ഇങ്ങനെ ഒരു സീരീസ് എക്സ്പാൻഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈലർ സീരീസും ലോറൻറ്റ് സീരീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അറ്റ് സെഡ് നോട്ട് ആണെങ്കിൽ, അതായത് വിത്ത് റെസ്പെക്ട് ടു സെഡ് നോട്ട് സെൻറ്റർ ആയിട്ടാണ് അല്ലെങ്കിൽ അബൌട്ട് സെഡ് നോട്ട് ആയിട്ടാണ് നമ്മൾ സീരീസ് എഴുതുന്നത്. അതായത് സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ പവേഴ്സാണ് ആ സീരീസിൽ വരുന്നത്. അപ്പോൾ എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ സെഡ് നോട്ട് എന്നുള്ള ഈ പോയിന്റിൽ, ഈ സെൻറ്ററിൽ അനാലിറ്റിക് ആണെങ്കിൽ ആ സീരീസ് എക്സ്പാൻഷൻ ലോറൻറ്റ് സീരീസും ടൈലർ സീരീസും സെയിം ആയിരിക്കും. അതായത് ഫംഗ്ഷൻ അനലിറ്റിക് ആയ പോയിന്റിലാണ് നമ്മൾ സീരീസ് എഴുതുന്നതെങ്കിൽ അവിടുത്തെ ലോറൻറ്റ് സീരീസും ടൈലർ സീരീസും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ടൈലർ സീരീസ് എഴുതാൻ എപ്പോഴും ആ പോയിന്റിൽ എഫ് ഓഫ് സെറ്റ് അനലിറ്റിക് ആയിരിക്കണം. ലോറൻറ്റ് സീരീസിന് അങ്ങനെയല്ല, അനലിറ്റിക് അല്ലാത്ത പോയിന്റിൽ നമുക്ക് ഒരു ആനുലാർ റീജിയൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോറൻറ്റ് സീരീസ് എഴുതാം. പക്ഷേ ടൈലർ സീരീസ് അനാലിറ്റിക് ആയ പോയിന്റിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. സോ പോയിന്റിൽ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ ടൈലർ സീരീസും ലോറൻറ്റ് സീരീസും സെയിം ആയിരിക്കും. ദെൻ നൗ വി ഹാവ് സം ഇമ്പോർട്ടൻറ്റ് മക്ലോറിൻ സീരീസസ്. മക്ലോറിൻ സീരീസസ് ഓഫ് ഒരുപാട് ഫങ്ഷൻസ് എഴുതിയിരുന്നു. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ നമുക്കിനി ലോറൻറ്റ് സീരീസ് എഴുതുന്നത് നമ്മൾ മക്ലോറിൻ സീരീസ് ഉപയോഗിച്ചിട്ടാണ് ലോറൻറ്റ് സീരീസ് എഴുതാറ് പല ഫങ്ഷൻസിൻ്റെയും. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന ഒരു 7 സീരീസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് 1 by 1 മൈനസ് സെറ്റ്. ഈ 1 by 1 മൈനസ് സെറ്റ്, 1 by 1 പ്ലസ് സെറ്റ്, ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന മക്ലോറിൻ സീരീസുകളാണ് ലോറൻറ്റ് സീരീസ് എഴുതുന്നതിന് വേണ്ടിയിട്ട്. 1 by 1 മൈനസ് സെറ്റ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 to infinity z raised to n, ദാറ്റ് ഈസ് 1 plus z സ്ക്വയർ പ്ലസ് എക്സെട്ര. അത് മോഡ് z ലെസ് ദാൻ 1-ലാണ്. അത് മോഡ് z ലെസ് ദാൻ 1 ആകുമ്പോൾ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഈ സീരീസ് എക്സ്പാൻഷൻ. അതുപോലെ 1 by 1 പ്ലസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ സീരീസ് തന്നെയാണ്, പക്ഷേ ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും. സെയിം ഡൊമൈനാണ് മോഡ് z ലെസ് ദാൻ 1. ഈ റേസ് ടു സെറ്റിനെ നമുക്കറിയാം 1 plus z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര. ദെൻ നെക്സ്റ്റ് സൈൻ സെറ്റ്. സൈൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഓഡ് പവേഴ്സ് മാത്രമേ വരൂ, ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ്. z മൈനസ് z³ by 3 ഫാക്ടോറിയൽ പ്ലസ് z raised to 5 by 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. എൻ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ അനാലിറ്റിക് ആണ്, ദാറ്റ് ഈസ് മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി. കോസ് സെറ്റ്, അതിൽ ഈവൻ പവേഴ്സാണ് വരുന്നത്. 1 മൈനസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z raised to 4 by 4 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. സെയിം ഡൊമൈനാണ് മോഡ് സെറ്റ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇനി സൈൻ എച്ച് സെറ്റും കോസ് എച്ച് സെറ്റും. സൈൻ എച്ച് സെറ്റും സൈൻ സെറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്, സീരീസിൽ ഒരേ ടേംസാണ്, പക്ഷേ സൈൻ എച്ച് സെറ്റിൽ എല്ലാ ടേമും പോസിറ്റീവ് ആയിരിക്കും, സൈൻ സെറ്റിൽ ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും. അതുപോലെ കോസ് സെറ്റും കോസ് എച്ച് സെറ്റും തമ്മിലുള്ള റിലേഷൻ സെയിം ടേം ആയിരിക്കും, പക്ഷേ കോസ് എച്ച് സെറ്റിലെല്ലാം പോസിറ്റീവ് ആയിരിക്കും എല്ലാ ടേംസും, കോസിൽ ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആയിരിക്കും. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് മക്ലോറിൻ സീരീസ് ഓഫ് സം ഫങ്ഷൻസ്. 1 by 1 മൈനസ് സെറ്റ്, 1 by 1 plus z, e raised to z,
and sin z, cos z, sin h z, cos h z, etc. And now we have a problem. Find the Laurent series of z raised to minus 5 into sin z with center 0. Center 0 ആയിട്ട് z raised to minus 5 into sin z ൻ്റെ Laurent series എഴുതണം. സോ നമുക്ക് ഇതിൽ ഫംഗ്ഷൻ ഉള്ളത് z raised to minus 5 into sin z ആണ്. ഇതിൽ sin z ൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം. sin z അനാലിറ്റിക് എവരിവേർ ആണ്. അപ്പോൾ sin z ൻ്റെ ലോറൻറ്റ് സീരീസ് എന്ന് പറഞ്ഞാലും സൈൻ സെറ്റ് എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആണ്, അതുകൊണ്ട് സീറോയിലും അനാലിറ്റിക് ആണ്. അപ്പോൾ സീറോയിൽ സൈൻ സെറ്റിൻ്റെ ടൈലർ സീരീസും ലോറൻറ്റ് സീരീസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ സീറോയിലുള്ള ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ അത് മക്ലോറിൻ സീരീസ് ആണ്. സൈൻ സെറ്റ് നമുക്കറിയാം z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ എക്സെട്ര ആണ് നമ്മുടെ സൈൻ സെറ്റിൻ്റെ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ z റൈസ് ടു മൈനസ് 5 ഇൻറ്റു സൈൻ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സീരീസിനെ z റൈസ് ടു മൈനസ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. z മൈനസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ്, ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ z റൈസ് ടു മൈനസ് 4 മൈനസ് z റൈസ് ടു മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z raised to 0 by 5 factorial minus etc. That is 1 by z raised to 4 minus 1 by 6, 3 factorial എന്ന് പറഞ്ഞാൽ 6z square plus 1 by 120, 5 factorial is 120 minus etc. ഇനി ഇത് z equal to 0യിൽ ഡിഫൈൻഡ് അല്ല ഈ സീരീസ്. അപ്പോൾ 0നെ ഒഴിവാക്കണം. 0 ലെസ് ദാൻ മോഡ് z മൈനസ് 0 ആണ് സെൻറ്റർ, ലെസ് ദാൻ ഇൻഫിനിറ്റി, കാരണം സൈൻ സെറ്റ് കംപ്ലീറ്റ് പ്ലെയിനിൽ അനാലിറ്റിക് ആണ്. സോ 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ ഈ സീരീസ് വാലിഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ദി ലോറൻറ്റ് സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് z റൈസ് ടു മൈനസ് 5 ഇൻറ്റു സൈൻ സെറ്റ് വിത്ത് സെൻറ്റർ 0. നെക്സ്റ്റ് വി ഹാവ് ഫൈൻഡ് ദി ലോറൻറ്റ് സീരീസ് ഓഫ് z സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 1 ബൈ z അബൌട്ട് 0. ഇതിൽ നമുക്ക് ഇ റൈസ് ടു സെഡിൻ്റെ ലോറൻറ്റ് സീരീസ് അല്ലെങ്കിൽ മക്ലോറിൻ സീരീസ് അറിയാം. അബൌട്ട് 0 എന്ന് പറയുമ്പോൾ മക്ലോറിൻ സീരീസ്. ഇ റൈസ് ടു സെഡ് എവരിവേർ അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റിയാണ് അതിൻ്റെ ഡൊമൈൻ. സോ ഇ റൈസ് ടു സെഡ് നമുക്കറിയാം 1 പ്ലസ് z ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇ റൈസ് ടു 1 ബൈ z എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെഡിൻ്റെ സ്ഥാനത്ത് 1 ബൈ z ആണ്. അപ്പോൾ ഇവിടെയും സീരീസിലും സെഡിൻ്റെ സ്ഥാനത്തൊക്കെ 1 ബൈ z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 ബൈ z ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ z ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. സോ ഇ റൈസ് ടു 1 ബൈ z ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ z പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു z ക്യൂബ് പ്ലസ് എക്സെട്ര. സോ നമുക്ക് വേണ്ട ഫംഗ്ഷൻ ഇ റൈസ് ടു 1 ബൈ z അല്ല, z സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 1 ബൈ z ആണ്. z സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു 1 ബൈ z എന്ന് പറഞ്ഞാൽ ഈ സീരീസിനെ z സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ്സ് ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് z ബൈ 1 ഫാക്ടോറിയൽ. ഓക്കെ, z എന്ന് വരും. z ബൈ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ z പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ. ഈ z സ്ക്വയറും ക്യാൻസൽ ചെയ്തു പോകും. പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു z പ്ലസ് എക്സെട്ര. അപ്പോൾ ഇതും z ഈക്വൽ ടു 0യിൽ, ഇനി അവിടെ നിന്നുള്ള ടേമിലൊക്കെ 1 ബൈ z എന്ന് വരും. ഇപ്പോൾ z ഈക്വൽ ടു 0യിൽ അനാലിറ്റിക് അല്ല, സോ 0നെ ഒഴിവാക്കണം. 0 ലെസ് ദാൻ മോഡ് z മൈനസ് 0 ലെസ് ദാൻ ഇൻഫിനിറ്റി. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ ഈ സീരീസ്, ഈ ലോറൻറ്റ് സീരീസ് വാലിഡ് ആണ് എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ദി power series or Laurent series expansion of z square into e raised to 1 by z about 0. Then now next we have an important problem. Find all Laurent series representation of f of z equal to 1 by 1 minus z square with center at z equal to 1. Center 1 ആയിട്ട് തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 by 1 മൈനസ് സെഡ് സ്ക്വയറിൻ്റെ ലോറൻറ്റ് സീരീസ് റെപ്രസെൻറ്റേഷൻ എഴുതണം. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസിലും നമുക്ക്
മക്ലോറിൻ സീരീസ് അറിയാവുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു e⁻⁻z സൈൻ z. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഡയറക്റ്റ് ആ മക്ലോറിൻ സീരീസ് അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സീറോയിലാണെങ്കിൽ മക്ലോറിൻ സീരീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈലർ സീരീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച്. പക്ഷേ ഇവിടെ 1/1 - z² ആണ്. ഇതുപോലെ ഒരു ഫംഗ്ഷൻ നമുക്കുണ്ട് 1/1 - z നമുക്കറിയാം. പക്ഷേ അവിടെ മോഡ് z <1 ആകണം. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമുക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഈ f(z) എന്നുള്ള ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + z × 1 - z എന്നെഴുതാം. അപ്പോൾ ഒന്ന് തിരിച്ചെഴുതിയാൽ 1 + z-നെ z+1 എഴുതാം, 1 - z-നെ z-1 എഴുതിയാൽ ഒരു മൈനസ് വരും. സോ f(z)നെ എങ്ങനെ എഴുതി? ഇതിനെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് നമുക്ക് a/z+1 + b/z-1 എന്നെഴുതാം. അപ്പോൾ a/z+1ഉം b/z-1 -1/z+1 × z-1 ലെഫ്റ്റ് സൈഡിൽ. ദെൻ ഇതിന്ന് എയും ബിയും കണ്ടുപിടിക്കണം. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ a × z-1 + b × z+1 all divided by z+1 × z-1. So denominators are same, so we equate the numerators. So we get a -1 = a × z-1 + b × z+1. ഇനി എയും ബിയും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് put z = 1, we get a -1 = 2b, then b = -1/2. Similarly put z = -1, then we get -1 = -2a, that implies a = 1/2. അപ്പോൾ a 1/2 എന്നും b -1/2 എന്നും കിട്ടും. സോ f(z) = 1/2/z+1 -1/2/z-1. that is 1/2 × 1/z+1നെ 1 + z എന്ന് എഴുതുന്നുണ്ട്, മൈനസ് ദെൻ z+1. അടുത്ത സ്റ്റെപ്പിൽ മാറ്റി എഴുതാം z+1 -1/2 × 1/z-1. ഇങ്ങനെ കിട്ടും f(z). ദെൻ f(z) അനലിറ്റിക് അല്ലാത്ത പോയിന്റ് നമുക്കറിയാം. f(z)നെ നമ്മൾ ഇതായിരുന്നു എഴുതിയിരുന്നത്. അപ്പോൾ ഇതിന്ന് f(z) അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ z+1 × z-1 0 ആകുമ്പോൾ അനാലിറ്റിക് അല്ല. ദാറ്റ് ഈസ് z = +or-1ൽ ഈ ഫംഗ്ഷൻ എന്തല്ല? അനാലിറ്റിക് അല്ല. z = +or-1ൽ അനാലിറ്റിക് അല്ല. അതായത് +1ഉം -1ഉം വരുന്ന ഒരു ഡൊമൈനിലും f(z) അനാലിറ്റിക് അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെൻറ്റർ ഏതാണെന്ന് നോക്കുക. സെൻറ്റർ നമുക്ക് സീരീസ് എഴുതാൻ പറഞ്ഞിട്ടുള്ള സെൻറ്റർ z = 1 ആണ്. അപ്പോൾ z = 1 സെൻറ്ററായിട്ട് z = 1 സെൻറ്ററായി രണ്ട് പോയിന്റിലാണ് അനാലിറ്റിക് അല്ലാത്തത്, 1ഉം -1ഉം. 1ലൂടെ പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കും. അതായത് നമുക്ക് തന്ന സെൻറ്റർ ഏതാണോ അത് സെൻറ്ററാക്കി എടുക്കുക. z = 1 ആണ് സെൻറ്റർ. ദെൻ അനാലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് നോക്കുക, 1ഉം -1ഉം ആണ്. അപ്പോൾ 1 സെൻറ്ററായിട്ട് 1ലൂടെ പോകുന്ന സർക്കിൾ എന്ന് പറയുമ്പോൾ ആ പോയിൻ്റ് തന്നെയാണ്. ദെൻ 1 സെൻറ്ററായിട്ട് -1ലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ. അപ്പോൾ അതായത് 1 മുതൽ -1 വരെ റേഡിയസ് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇത് വരും 2, 3ലൂടെയാണ് പാസ് ചെയ്യുക. അപ്പോൾ 1 സെൻറ്ററായിട്ട് -1ലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും. സോ ഈ 1 എന്നുള്ള പോയിന്റിൽ പ്രശ്നമാണ്, അതുപോലെ -1ലും പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് 2 റീജിയൻസ് കിട്ടും. ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആവുന്ന 1ഉം -1ഉം വരുന്ന ഒരു ഡൊമൈനിലും ഇത് അനലിറ്റിക് അല്ല. അപ്പോൾ ഇവിടെ ഒരു സർക്കിൾ നമ്മൾ എഴുതിയിട്ടുണ്ട് 1 സെൻറ്ററായിട്ട്, അതായത് mod z-1 -1ലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ. അപ്പോൾ റേഡിയസ് 2 വരും. അപ്പോൾ റേഡിയസ് 2 വന്നു കഴിഞ്ഞാൽ -1 അതിൽ വരും. അപ്പോൾ റേഡിയസ് എപ്പോഴും <2 ആയിരിക്കണം. mod z-1 <2. പക്ഷേ ഇതിലപ്പോൾ 1ഉം വരും, 1നെ ഒഴിവാക്കണം. അപ്പോൾ 1 mod z-1 <2. ഈ ഒരു റീജിയനിൽ ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. അതായത് ഈ 1നെ ഒഴിവാക്കി ഈ സർക്കിളിനെ ഒഴിവാക്കി.
പിന്നെ എവിടെയാണ് ഫംഗ്ഷൻ അനാലിറ്റിക് ആവുന്നത്? ഈ സർക്കിളിന് പുറത്തൊരു പ്രശ്നമില്ല, കാരണം 1ലും -1ലും മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് മോഡ് z-1 ഗ്രേറ്റർ ദാൻ 2. ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം. മോഡ് z-1 ഗ്രേറ്റർ ദാൻ 2നെ നമുക്ക് 2 ലെസ് ദാൻ മോഡ് z-1 ലെസ് ദാൻ മാക്സിമം എത്ര വരാം? ഇൻഫിനിറ്റി. എത്രയും പോവാം, സർക്കിളിന് പുറത്ത് എത്രയും പോവാം, ദറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇപ്പോൾ 2 റീജിയൻ, അതിന് 2 ഡൊമൈന്, അതിന് ആദ്യത്തേനെ നമ്മൾ D1 എന്ന് വിളിച്ചു, 0 ലെസ് ദാൻ മോഡ് z-1 ലെസ് ദാൻ 2. രണ്ടാമത്തേത് D2, ദറ്റ് ഈസ് മോഡ് z-1 ഗ്രേറ്റർ ദാൻ 2 ഓർ 2 ലെസ് ദാൻ മോഡ് z-1 ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ 2 റീജിയനിലുമാണ് എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടുമിടത്തും നമുക്ക് എഫ് ഓഫ് സെറ്റിൻ്റെ ലോറൻസ് സീരീസ് എഴുതാം. അതെന്തായിരിക്കും? ടൈലർ സീരീസ് തന്നെ ആയിരിക്കും, കാരണം അനാലിറ്റിക്കാണ്. അപ്പോൾ 2 കേസിലും നമുക്ക് ലോറൻസ് സീരീസ് എഴുതണം. അപ്പോൾ റീജിയൻ മാറുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് സെഡിൽ നമുക്കറിയാവുന്ന സൈൻ സെഡ്, കോസ് സെഡ്, നമുക്ക് കറക്റ്റ് സീരീസ് അറിയാവുന്ന ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വരുന്ന z² ആണോ അതുപോലെ 1/z ആണോ അതൊക്കെ നോക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയാവുന്ന കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ആ ഫംഗ്ഷന് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് a/b/ അങ്ങനെ എഴുതുക. എയും ബിയും കണ്ടുപിടിക്കുക. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് കാണാം. ആ പോയിൻറ്റ്സിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾസ് വരയ്ക്കുക. സെൻറ്റർ ഏതായിരിക്കണം? നമുക്ക് ക്വസ്റ്റ്യനിൽ ഏതാണോ സെൻറ്റർ തന്നിട്ടുള്ളത്, വിത്ത് റെസ്പെക്ട് ടു ഏത് സെൻറ്ററാണോ, ഏത് പോയിൻ്റാണോ ലോറൻസ് സീരീസ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, ആ പോയിൻ്റ് സെൻറ്റർ ആക്കിയിട്ട് സർക്കിൾസ് വരയ്ക്കുക. എന്നിട്ട് റീജിയൻസ്, ഡൊമൈൻസ് ഡിറ്റർമിൻ ചെയ്യാം. എഫ് ഓഫ് സെഡ് അനാലിറ്റിക് ആവുന്ന ഡൊമൈൻസ്. അപ്പോൾ 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ, ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2 റീജിയൻ കിട്ടും, കാരണം ആ പോയിൻ്റ് ഉള്ളതും പിന്നെ അതിന് പുറത്തുള്ളതും. ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്, പക്ഷേ ഇവിടുത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുമ്പോൾ സെൻറ്റർ തന്നെയാണ്. 1 ആണ് സെൻറ്റർ, 1 ഒരു പോയിൻ്റാണ്. അതുകൊണ്ടാണ് 2 റീജിയൻസ് വന്നത്, D1ഉം D2ഉം. ഇനി ഓരോ റീജിയനിലും നമ്മൾ ലോറൻസ് സീരീസ് കാണണം. ഫസ്റ്റ് റീജിയൻ ഇൻ D1 0 ലെസ് ദാൻ മോഡ് z-1 ലെസ് ദാൻ 2 ആണ്. ആ റീജിയനിൽ നമുക്കറിയാം മോഡ് z-1 ലെസ് ദാൻ 2 ആണ്. നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമ്മൾ ലോറൻസ് സീരീസ് എഴുതുന്നത് 1/1 - z അല്ലെങ്കിൽ 1/1 + z, ഈ 2 മക്ലോറിൻ സീരീസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ 2 മക്ലോറിൻ സീരീസും എഴുതണമെങ്കിൽ മോഡ് z ലെസ് ദാൻ 1 ആവണം. അതായത് ഈ 1 മൈനസ് എന്ന് പറഞ്ഞു വരുന്ന ആ ടേം ഉണ്ടല്ലോ, അത് എപ്പോഴും അതിൻ്റെ മോഡുലസ് എല്ലായ്പ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കണം. എന്നാലേ നമുക്ക് ഈ സീരീസ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവിടെ മോഡ് z-1 ലെസ് ദാൻ 2 ആണ്. മോഡ് z-1 ലെസ് ദാൻ 2 ആണ്. അപ്പോൾ നമ്മുടെ സെൻറ്റർ 1 ആണ്. അപ്പോൾ സീരീസിലെ ടേംസ് വരിക z-1ൻ്റെ പവേഴ്സാണ്. z-1 അതുപോലെ z-1 ഹോൾ സ്ക്വയർ അങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് മോഡ് z-1 അങ്ങനെ ലെസ് ദാൻ 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? മോഡ് z-1 ഡിവൈഡ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2/2 1 എന്ന് വരും. സോ മോഡ് z-1 ലെസ് ദാൻ 2 ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് z-1/2 ലെസ് ദാൻ 1 ആയിരിക്കും. ഈ കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ എഫ് ഓഫ് സെഡ് നമുക്കറിയാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/z+1 മൈനസ് 1/2 കോമൺ ആണ്, 1/z-1. ഓക്കെ, 1/2 ഇൻറ്റു 1/z+1, 1/2 ഇൻറ്റു 1/z+1 മൈനസ് 1/2 ഇൻറ്റു 1/z-1. 1/2 കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ 1/2 ഇൻറ്റു 1/2 സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്, നമുക്കത് ആവശ്യം വരും. 1/z-1. ഇനി z-1ൻ്റെ പവേഴ്സിൻ്റെ ഫോമിലാണ് നമുക്ക് എക്സ്പാൻഷൻ വേണ്ടത്. അപ്പോൾ ഈ സെക്കൻഡ് ടേം നോക്കൂ, അത് ആൾറെഡി z-1ൻ്റെ പവറിൻ്റെ ഫോമിലാണ്. അപ്പോൾ അതിനെ ഇനി നമ്മൾ മാറ്റേണ്ടതില്ല. സോ മൈനസ് 1/2 ഇൻറ്റു 1/z-1. സെക്കൻഡ് ടേം അതുപോലെ എഴുതുന്നുണ്ട്. ഫസ്റ്റ് ടേം 1/2 ഇൻറ്റു z+1 ഫോമിലാണ്. നമുക്ക് z-1ൻ്റെ ഫോമിലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ z-1 വരുത്തണമെങ്കിൽ z-1 + 2 എന്ന് എഴുതണം. അപ്പോൾ 1/2 ഇൻറ്റു 1/z-1 + 2 എന്നെഴുതി. മൈനസ് 1/2 ഇൻറ്റു 1/z-1 പ്ലസ്
1/2 ഇൻറ്റു z മൈനസ് 1 പ്ലസ് 2 എന്നെഴുതി. ഇനി മോഡ് z മൈനസ് 1/2 ആണ് ലെസ് ദാൻ 1. അപ്പോൾ z മൈനസ് 1/2 എന്നുള്ള ടേം വരണം. z മൈനസ് 1/2 എന്നുള്ള ടേം വരണം. ആ ടേം വരണമെങ്കിൽ എന്ത് വരണം? ഇവിടെ ഒരു /2 വരണമെങ്കിൽ നമ്മൾ 2 ഔട്ട്സൈഡ് എടുക്കണം. ഇവിടെ നിന്നുള്ള ഈ 2 ഔട്ട്സൈഡ് എടുത്താൽ ഓൾ ഡിവൈഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ 1/2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ z മൈനസ് 1/2 ഇൻറ്റു z മൈനസ് 1/2 പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അപ്പം മൈനസ് 1/2 1/z മൈനസ് 1 പ്ലസ് 1/4 വരും. 1/4 ഇൻറ്റു 1 ഒന്ന് തിരിച്ചെഴുതുന്നുണ്ട് 1 പ്ലസ് z മൈനസ് 1/2. അപ്പോൾ നോക്കൂ, ഇത് 1/1 പ്ലസ് ഒരു ഫോമിലായി. ഈ 1 പ്ലസ് കഴിഞ്ഞ് വരുന്ന നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ 1 പ്ലസും 1 മൈനസും കഴിഞ്ഞ് വരുന്ന ടേമിൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് ആ മക്ലോറിൻ സീരീസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ z മൈനസ് 1/2ൻ്റെ മോഡുലസ് മോഡ് z മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ അവിടെ നമുക്ക് ഏത് സീരീസ് അപ്ലൈ ചെയ്യാം? 1/1 പ്ലസ് z ഫോമിൽ, അതായത് 1 ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആണ് 1 മൈനസ് z പ്ലസ് z² മൈനസ് z³ പ്ലസ് എക്സെട്ര എന്നുള്ള ഫോമിൽ അപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് മൈനസ് 1/2 ഇൻറ്റു 1/z മൈനസ് 1 പ്ലസ് 1/4 ഇൻറ്റു ഇതിൻ്റെ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് z മൈനസ് 1/2 പ്ലസ് z മൈനസ് 1/2 ഹോൾ സ്ക്വയർ മൈനസ് z മൈനസ് 1/2 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ഇത് മോഡ് z മൈനസ് 1/2 ലെസ് ദാൻ 1 ആകുമ്പോഴാണ് ഇത് സാറ്റിസ്ഫൈഡ് ആകും. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 1/2 ഇൻറ്റു z മൈനസ് 1 പ്ലസ് 1/4 മൈനസ് 1/8 വരും അല്ലേ. z മൈനസ് 1/8 പ്ലസ് z മൈനസ് 1 ഹോൾ സ്ക്വയർ ബൈ 4 ഇൻറ്റു 4 16 മൈനസ് എക്സെട്ര. നമ്മുടെ ഡൊമൈൻ ഏതാണ്? 0 ലെസ് ദാൻ മോഡ് z മൈനസ് 2. ഫസ്റ്റ് ഡൊമൈന് 0 ലെസ് ദാൻ മോഡ് z മൈനസ് 1 ലെസ് ദാൻ 2ലാണ് ഈ ലോറൻസ് സീരീസ് കിട്ടുന്നത്. നൗ ഇൻ സെക്കൻഡ് ഡൊമൈൻ in D2 such that mod z minus 1 greater than 2 ആണ്. അപ്പോൾ mod z minus 1 greater than 2 ആണ്. then mod z minus 1/2 that is greater than 2/2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, that's equal to 1. that is mod z minus 1/2 greater than 1. then റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ലെസ് ദാൻ 1 ആണ് വേണ്ടത്. 2/mod z minus 1 is less than 1 എന്ന് കിട്ടും. സോ 2/mod z മൈനസ് 1 വരുന്ന വിധത്തിൽ നമ്മൾ എഫ് ഓഫ് സെറ്റിനെ മാറ്റി എഴുതണം. അപ്പോൾ എഫ് ഓഫ് സെറ്റ് നമുക്കറിയാം 1/2 ഇൻറ്റു z പ്ലസ് 1 മൈനസ് 1/2 ഇൻറ്റു z മൈനസ് 1 ആണ്. അപ്പോൾ മൈനസ് 1/2 ഇൻറ്റു z മൈനസ് 1 ആൾറെഡി z മൈനസ് 1ൻ്റെ ഫോമിലാണ്, അത് മാറ്റേണ്ട ആവശ്യമില്ല. അടുത്തത് 1/2 ഇൻറ്റു ഇതിനെ z മൈനസ് 1 വരണമെങ്കിൽ z മൈനസ് 1 പ്ലസ് 2 എന്ന് എഴുതണം z പ്ലസ് 1നെ. ദെൻ മൈനസ് 1/2 ഇൻറ്റു z മൈനസ് 1 പ്ലസ് 1/2 ഇൻറ്റു 2/z മൈനസ് 1 എന്ന് വരണം. 2/z മൈനസ് 1, അതായത് ഈ 2ൻ്റെ താഴെ ഒരു z മൈനസ് 1 വരണം. അതിന് നമ്മൾ z മൈനസ് 1 ടേക്കൺ ഔട്ട് സൈഡ്, z മൈനസ് 1 ടേക്കൺ ഔട്ട് സൈഡ് ആയാൽ 1 പ്ലസ് 2/z മൈനസ് 1 എന്ന് വരും. So that's equal to minus 1/2 into z minus 1 plus 1/2 into z minus 1 plus into 1 plus 2/z minus 1, 1 plus 2/z minus 1. അപ്പോൾ ഇത് ഈ സീരീസ്
ഈ ബ്രാക്കറ്റിലുള്ളത് 1/1 പ്ലസ് ഒരു ക്വാണ്ടിറ്റി ഫോമിലാണ്, സെഡ് എന്നുള്ള ഫോമിലാണ്. സെഡിൻ്റെ സ്ഥാനത്ത് 2/z-1 ആണ്. ഇതിൻ്റെ മെക്ലോറിൻ സീരീസ് നമുക്കറിയാം എപ്പോൾ മോഡ് സെഡ് <1 ആകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മെക്ലോറിൻ സീരീസ് ഇത് ഉപയോഗിച്ച് കമ്പയർ ചെയ്ത് എഴുതണമെങ്കിൽ 2/z-1ൻ്റെ മോഡുലസ് <1 ആവണം. അത് നമ്മുടെ കണ്ടീഷൻ പ്രകാരം അങ്ങനെയാണെന്ന് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്ത് ചെയ്യാം, അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. സോ -1/2 ഇൻറ്റു z-1 പ്ലസ് 1/2 ഇൻറ്റു z-1 ഇൻറ്റു 1/1 പ്ലസ് 2/z-1 ആണ്. ഇനി സീരീസ് കൊടുക്കുക. -1/2 ഇൻറ്റു z-1 പ്ലസ് 1/2 ഇൻറ്റു z-1 ഇൻറ്റു 1 ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആണ്. 1 മൈനസ് സെഡിൻ്റെ സ്ഥാനത്ത് 2/z-1 പ്ലസ് 2/z-1 ഹോൾ സ്ക്വയർ മൈനസ് എക്സെട്ര. അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -1/2 z-1 പ്ലസ് 1/2 z-1 മൈനസ് ഈ 2 രണ്ടാമത്തെ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു പോകും. 1/z-1 ഹോൾ സ്ക്വയർ ആണ്. 1/z-1 ഹോൾ സ്ക്വയർ പ്ലസ് 2/z-1 ഹോൾ ക്യൂബ് മൈനസ് 4/z-1 ഹോൾ റേസ് ടു 4 പ്ലസ് എക്സെട്ര. ദെൻ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു ഫസ്റ്റ് രണ്ട് ടേം. Then remaining -1/z-1 whole square plus 2/z-1 whole cube minus 4/z-1 whole raised to 4 plus etc. This is the Laurent series expansion which is valid in the domain mod z-1 greater than